നമസ്കാരം. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഈ കാണുന്ന നല്ല മനോഹരമായ കണ്ടംപററി ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ടുള്ളൊരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. കാണുന്ന പോലെ തന്നെ എ ഫ്രെയിം റൂഫും അതുപോലെ തന്നെ കേബിൾ റൂഫും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു 3D എലിവേഷനും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ള ഒരു കണ്ടംപററി ഡിസൈൻ വരുന്ന മനോഹരമായ ഒരു വീടാണ് നമുക്കിത് വരുന്നത്. കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് നമുക്ക് തിരുവനന്തപുരം ജില്ലയിൽ നമുക്ക് മലയങ്കീഴിന് സമീപം മച്ചേൽ എന്നുള്ള സ്ഥലത്താണ്. പ്രാവച്ചമ്പലത്തിൽ നിന്ന് നമുക്ക് വരാനുള്ള ഒരു എൻട്രി നമുക്ക് വരുന്നുണ്ട്. പ്രാവച്ചമ്പലത്തിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം മാറിയിട്ട് നമുക്ക് വരുന്ന ഒരു സ്ഥലമാണ് മച്ചേൽ എന്ന് പറയുമ്പോഴത്തേക്കും. നമുക്ക് വില്ല പ്രോജക്റ്റ് ആണ്. ഈ കാണുന്ന എല്ലാം നമുക്ക് തൊട്ടടുത്തായിട്ട് വില്ലാസ് ആണ്. ആ കാണുന്നതാണ് നമുക്ക് മെയിൻ റോഡ് വരുന്നത്. മെയിൻ റോഡിൽ നിന്ന് വെറും ഒരു 10 മീറ്റർ 12 മീറ്റർ മാത്രം ഡിസ്റ്റൻസ് വരുന്ന ഒരു പ്രോപ്പർട്ടിയാണ് നമുക്ക് ഈ കാണുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് വെറും 10 കിലോമീറ്ററിനകത്തും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. അടിപൊളിയായിട്ടുള്ള എക്സ്റ്റീരിയർ എലിവേഷനും കാര്യങ്ങളൊക്കെ കൊടുത്ത് മനോഹരമാക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള കിടിലം വീടാണ് നമുക്കിന്ന് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. റെഡി ടു മൂവ് ഓൺ ആണ് നമുക്കിത് ഈ ഒരു വീട് വരുന്നത്. 5 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന നല്ല മനോഹരമായൊരു വീട്. 5 സെൻറ്റ് നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ടാണ് നമുക്ക് ചെയ്തേക്കുന്നത്. വളരെ സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗങ്ങളായാലും റൂം സ്പേസ് ആയാലും നമുക്ക് കിച്ചൺ സ്പേസ് ആയാലും നമുക്ക് ചെയ്തിട്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇൻറ്റീരിയർ ഭാഗത്തോട്ട് നമുക്ക് കടക്കുമ്പോഴത്തേക്കും എടുത്ത് നമുക്ക് കാണാനായിട്ട് നമുക്ക് മനസ്സിലാവും. എലിവേഷൻ വൈസ് തന്നെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ടെക്സ്ചർ വർക്കും അതുപോലെ 3D എലിവേഷന്, അതുമാത്രമല്ല ക്ലാഡിങ് ടെയിലും അതുപോലെ തന്നെ വുഡൻ പാറ്റേൺ എന്ന ടെയിൽസും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കംപ്ലീറ്റ് ആക്കി പണി തീർത്തിട്ടുള്ള ഒരു മനോഹരമായൊരു വീടാണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് വീഡിയോയ്ക്ക് അകത്തോട്ട് കിടക്കാം. വീടിൻ്റെ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ ഇനേബിൾ ചെയ്യുക. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണ് ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഈ ഒരു നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതിയാവും. വീടിൻ്റെ ഫ്രണ്ടേജ് നമുക്ക് നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഫ്രണ്ടേജ് നമുക്ക് വരുന്നുണ്ട്. നമുക്ക് ലോറി സൈറ്റ് തന്നെയാണ്. അപ്പോൾ നല്ല വീതിയുള്ള ഫ്രണ്ട് നമുക്ക് ഒരു ഇൻ്റർലോക്ക് ചെയ്തിരിക്കുന്ന ഒരു പാത്ത് വേ നമുക്ക് വന്നിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് എൻട്രൻസ് എന്ന് പറയുമ്പോഴത്തേക്കും. എൻട്രൻസ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് നല്ല വിട്ടായിട്ടുള്ള ഒരു എൻട്രൻസ് വരുന്നുണ്ട്. അപ്പം എത്ര വലിയ SUV കോമ്പാക്റ്റ് വണ്ടികളായാലും സുഖമായിട്ട് അകത്തോട്ട് എൻ്റർ ചെയ്യാനുള്ള സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് 2 കാർ വരെ സുഖമായിട്ട് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് നമുക്ക് ഫ്രണ്ടേജിൽ തന്നെ വന്നിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് കവേർഡ് കാർ പാർക്കിനകത്ത് വരുന്ന ഒരു കാർ പോർച്ചും അല്ലാതെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് നമുക്കിവിടെ ചെയ്തിട്ടുണ്ട്. സ്ലൈഡിംഗ് ഗേറ്റും അതുപോലെ തന്നെ ഒരു ഫോൾഡിംഗ് ഗേറ്റുമാണ് നമുക്ക് ഫ്രണ്ടേജിലായിട്ട് വന്നിട്ടുള്ളത്. കംപ്ലീറ്റ് ആയിട്ട് ഇൻ്റർലോക്ക് ചെയ്ത് അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുള്ള ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ള നല്ല മനോഹരമായ ഫ്രണ്ടേജ് നമുക്ക് വന്ന് കംപ്ലീറ്റ് ആയിട്ട് തീർത്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്ക് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷനും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് തീർത്തിട്ടുള്ളത്. അപ്പോൾ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് നമുക്ക് കിണറാണ്. കിണറിൻ്റെ പ്ലേസ് നമുക്ക് ബാക്ക് സൈഡിലാണ്. അതുപോലെ തന്നെ നമുക്ക് പൈപ്പ് കണക്ഷനും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. കവേർഡ് കാർ പാർക്ക് ഈ കാണുന്നത് പോലെ തന്നെ കുറച്ച് നല്ല മനോഹരമാക്കുവാനായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ തൊട്ട് മുകളിലായിട്ട് എക്സ്റ്റൻഷൻ ലെവലിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലാണ് നമുക്കൊരു കവേർഡ് കാർ പാർക്കിംഗ് ആയിട്ട് വരുന്നത്. തൊട്ട് ബാക്ക് സൈഡിൽ കാണുന്നതാണ് നമുക്ക് അടിപൊളിയായിട്ടുള്ള റെക്റ്റാങ്കിൾ ഷേപ്പിൽ വരുന്ന ഒരു മനോഹരമായ ഒരു സിറ്റ് ഔട്ട് എന്ന് പറയുന്നത് നല്ല വീതിയുള്ളൊരു സിറ്റ് ഔട്ടാണ്. ഫ്രണ്ടിൽ നമുക്ക് 2 സ്റ്റെപ്പും കാര്യങ്ങളൊക്കെ എൻട്രൻസിനായിട്ട് കൊടുത്തുകൊണ്ട് തൊട്ട് ഫ്രണ്ടിലായിട്ട് സൈഡിലായിട്ട് നമുക്ക് ചെറിയൊരു ഗാർഡൻ പ്രൊവിഷൻ, അതും നമുക്ക് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഒക്കെ ചെയ്ത് പാമ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല കിടിലമായിട്ട് ചെയ്തിരിക്കുന്ന ഒരു ഏരിയ നമുക്ക് വരുന്നുണ്ട്. തൊട്ട് ബാക്ക് സൈഡിലായിട്ട് വരുന്ന ആ വോൾ മുഴുവനും നമുക്ക് അടിപൊളിയായിട്ടുള്ള ഗ്ലാഡിംഗ് ടീൽസ് ഒക്കെ യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു പോർഷനാണ്. 10x6 ഡയമെൻഷൻ വരുന്ന ഒരു സിറ്റ് ഔട്ടാണ് നമുക്കിവിടെ വന്നിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ ഒരു ഏരിയ കവർ ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതാണ് നമുക്ക് വീടിൻ്റെ ഫ്രണ്ട് ഡോർ എന്ന് പറയുമ്പോഴത്തേക്ക്. ഫ്രണ്ട് ഡോർ മുഴുവൻ നമുക്ക് പ്ലാവിൻ തടിയിലാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഇവിടെ 2 സൈഡിലായിട്ട് 2 പോർഷനിലായിട്ട് നമുക്ക് ജനലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആ ജനൽ ഉൾപ്പെടെ നമുക്ക് പ്ലാവിൻ തടിയിലാണ് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. ഫ്രണ്ട് ഡോറിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ നല്ല എലഗൻ്റ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള നല്ല മനോഹരമായ ഡിസൈനും കാര്യങ്ങളൊക്കെ കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള പ്ലാവിൻ തടിയിൽ തീർത്തിട്ടുള്ള ഒരു മനോഹരമായൊരു ഫ്രണ്ട് ഡോറാണ് നമുക്ക് നല്ല വീതിയുള്ള ഫ്രണ്ട് ഡോറാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്ക് ഇനി നേരെ വീടിൻ്റെ ഇൻറ്റീരിയറിലോട്ട് കിടക്കാം. സിറ്റ് ഔട്ടിൽ നേരെ ഉള്ളിലേക്ക് പ്രവേശിക്കുമ്പോൾ നല്ല വിശാലമേറിയ ഒരു സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ലീവിങ് ഏരിയ പ്ലസ് ഡൈനിങ് ഏരിയയാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വീടിൻ്റെ ഇൻറ്റീരിയർ ഭാഗം മുഴുവനും നമുക്ക് നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയ നമുക്ക് പ്രൊവൈഡ് ചെയ്തുകൊണ്ടാണ് ഈ വീട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല മനോഹരമായ വിശാലമേറിയ വെൻറ്റിലേഷനോട് ഉൾപ്പെടെയുള്ള നല്ല കിടിലം വീടാണ് നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് അപ്പോൾ നമുക്ക് നല്ല അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു TV യൂണിറ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും 14x10 നമുക്ക് ഈ ഒരു ലിവിങ് ഏരിയ ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. TV യൂണിറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പാനൽ വർക്കും കാര്യങ്ങളും ചെയ്ത് ബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്ത് മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ. അതുപോലെ തന്നെ നമുക്ക് 2 സൈഡിലും നമുക്ക് സ്റ്റോറേജ് സ്പേസ്, നമുക്ക് ഡെക്കോർ ഐറ്റംസ് വയ്ക്കാനുള്ള സ്പേസും അത് സ്പോട്ട് ലൈറ്റും കൊടുത്തുകൊണ്ട്
കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. എത്ര വലിയ ടി വി ആയാലും മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് തന്നെയാണ് ആ ടി വി യൂണിറ്റ് ഏരിയ നമുക്ക് സെറ്റാക്കിയിട്ടുള്ളത്. ഈ കാണുന്ന ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് നല്ല മനോഹരമായ രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്ക്, അത് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് കൊടുത്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്തോട്ട് പോകാം. ഈ കാണുന്നതാണ് ഇത്രയും വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്കും ചെറിയൊരു പാർട്ടീഷൻ വൈസ് നമുക്കിവിടെ ഒരു ഭാഗം നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാർട്ടീഷൻ നമുക്ക് ഒരു ബോർഡ് വർക്കും കാര്യങ്ങളാണ് ചെയ്തേക്കുന്നത്. ഡെക്കോർ പ്ലാൻസോ അല്ലെങ്കിൽ ഡെക്കോർ ഐറ്റംസും കാര്യങ്ങളൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പേസാണ് ഒരുക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റൊക്കെ അതിനകത്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. 12x9 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ഡൈനിങ് ഏരിയ നമുക്കിവിടെ വന്നിട്ടുണ്ട്. എത്ര വലിയ ടേബിളായാലും എത്ര വലിയ ചെയർ ഇൻക്ലൂഡ് വരുന്ന ടേബിൾസ് ആയാലും നമുക്ക് ഇവിടെ മൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസ് നമുക്ക് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് ഫോൾ സീലിംഗ് വർക്ക് എന്ന് പറയുമ്പോൾ ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് അടിപൊളിയായിട്ടുള്ള ഫോൾ സീലിംഗ് വർക്ക് പാറ്റേണും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഡൈനിങ് ഏരിയയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടർ എന്ന് പറയുമ്പോഴത്തേക്കും അതും അത്യാവശ്യം നല്ല വിശാലമേറിയ ഒരു സ്പേസിലാണ് നമുക്ക് വാഷ് ബേസിൻ കൗണ്ടറും അറേഞ്ച് ചെയ്തിട്ടുള്ളത്. 6x6 ഡയമെൻഷൻ വരുന്ന ഒരു സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് സ്റ്റെയറിൻ്റെ താഴെ നമുക്ക് സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്, കബോർഡ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്നാൽ ഇപ്പുറത്തെ ഭാഗത്ത് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു പാർട്ടീഷൻ ഉൾപ്പെടെ വന്നിട്ടുള്ള വിത്ത് കബോർഡ് ഉൾപ്പെടെ വന്നിട്ടുള്ള ഒരു മനോഹരമായ ഒരു പാർട്ടീഷൻ ഭാഗം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയും അതുപോലെ തന്നെ ഈ വാഷ് ബേസിൻ കൗണ്ടർ ഉൾപ്പെടെ നമുക്ക് പാർട്ടീഷൻ ചെയ്തിരിക്കുന്ന ഒരു ഏരിയയാണ്. ഇതിൽ നമുക്ക് ഡെക്കോർ ഐറ്റംസ് വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വാഷ് ബേസിൻ കൗണ്ടർ. നല്ല മനോഹരമായ ഒരു വാഷ് ബേസിൻ കൗണ്ടർ, അതുപോലെ സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ മുകളിൽ കൊടുത്തുകൊണ്ട് ബാക്കിലെല്ലാം പാനൽ വർക്കും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ആക്കി ചെയ്ത് തീർത്തുകൊണ്ട് ഒരു നല്ല ഒരു മൂൺ ഷേപ്പ് നമുക്ക് വരുന്ന ഒരു മിററും അതുപോലെ തന്നെ ക്വാളിറ്റി ആയിട്ടുള്ള ഫിറ്റിങ്സും കാര്യങ്ങളും ഉൾപ്പെടുത്തി കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വാഷ് ബേസിൻ കൗണ്ടറാണ് നമുക്ക് വന്നിട്ടുള്ളത്. നമുക്കൊരു കോർണറിൽ നോക്കുമ്പോഴത്തേക്കും ഇങ്ങനത്തെ ഒരു വ്യൂ ആണ് നമുക്ക് വീടിനകത്ത് ഗ്രൗണ്ട് ഫ്ലോറിൽ കിട്ടുന്നത്. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് 5 സെൻറ്റ് ലാൻഡിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം ഉൾപ്പെടെയാണ് നമുക്ക് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ 2 ബെഡ്റൂം നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിലത്തെ 2 ബെഡ്റൂം വരുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീടിൻ്റെ കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോവാം. കിച്ചണിൻ്റെ ഭാഗത്തോട്ട് പോകുന്നതിന് മുന്നേ കാണുന്ന ചുമര് വീഴും നമുക്ക് അത്യാവശ്യം നല്ല അടിപൊളിയായിട്ടുള്ള പ്രീമിയം രീതിയിലുള്ള ടെക്സ്ചർ വർക്ക് വരുന്ന ഡിസൈനും കാര്യങ്ങളും കൊടുത്തുകൊണ്ട് പ്രീമിയം രീതിയിലുള്ള പെയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ള ഒരു വർക്കാണ് ഈ ഭാഗത്ത് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ കിച്ചൺ എന്ന് പറയുമ്പോഴത്തേക്കും കിച്ചൺ നല്ല വിശാലമേറിയ കിച്ചണും അതുപോലെ തന്നെ വർക്കും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള കബോർഡ് വർക്കും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു കിച്ചണാണ് നമുക്ക് വന്നേക്കുന്നത്. നമുക്ക് വരുമ്പോഴത്തേക്ക് കിച്ചൺ പ്ലസ് വർക്ക് ഏരിയയാണ് നമുക്ക് വരുന്നത്. ഫ്ലോറിങ്ങിനായിട്ട് നമുക്ക് വുഡൻ പാറ്റേൺ വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. കിച്ചൺ പ്ലസ് വർക്ക് ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വന്നേക്കുന്നത്. 16x14 നമുക്ക് ഈ ഒരു ഡയമെൻഷൻ എന്ന് പറയുമ്പോഴത്തേക്കും നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു കളർ കോമ്പിനേഷൻ ആയാലും അതുപോലെ തന്നെ ബാക്കി എല്ലാ വർക്കും കാര്യങ്ങളൊക്കെ അടിപൊളിയായിട്ടുള്ള ഒരു വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ഫ്രിഡ്ജൊക്കെ പ്ലേസ് ചെയ്യാനുള്ള ഒരു സ്പേസ് കാര്യങ്ങളൊക്കെ ഒരുക്കിക്കൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഫാബറിൻ്റെ ചിമ്മിനിയും കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ആണ്. നല്ല മനോഹരമായ ബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു വർക്ക് തന്നെയാണ്. മുകളിലും താഴെയുമായിട്ട് നമുക്ക് നല്ല മനോഹരമായ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു കിച്ചൺ ക്യാബിനറ്റും കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. മോഡുലാർ രീതിയിലുള്ള ഒരു കിച്ചൺ തന്നെയാണ് നമുക്ക് വന്നേക്കുന്നത്. മുകളിൽ നോക്കുമ്പോൾ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് ഈ ഒരു രീതിയിലുള്ള ഫോൾ സീലിംഗ് ആണ് കംപ്ലീറ്റ് ആക്കി വന്നിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും അതുപോലെ സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തുകൊണ്ട് തന്നെയാണ് നമുക്ക് കിച്ചണിൻ്റെ ഭാഗവും അതുപോലെ വർക്ക് ഏരിയയുടെ ഭാഗവും നമുക്ക് സെപ്പറേറ്റ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ബോർഡ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് സെപ്പറേഷനായിട്ട്. ഹാങ്ങിങ് ലൈറ്റ്സ് ഉൾപ്പെടെയാണ് നമുക്ക് സെപ്പറേഷനിൽ നമുക്ക് വരുന്നത്. ഈ കാണുന്നതാണ് നമുക്ക് വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ വർക്ക് ഏരിയ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് വർക്ക് ഏരിയ എല്ലാം ചെയ്തേക്കുന്നത്. ഫ്ലോറിങ്ങിനായിട്ട് നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസ് തന്നെയാണ്, വുഡൻ പാറ്റേൺ എന്ന ടൈൽസ് തന്നെയാണ് നമുക്ക് വരുന്നതും. മോഡുലാർ രീതിയിലുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുകളിലും താഴെയായിട്ട് ക്യാബിനറ്റ്സും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു വർക്ക് ഏരിയ ഉൾപ്പെടെ നമുക്ക് ചെയ്തേക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ ഇനി വീണ്ടും ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോവാം. ഗ്രൗണ്ട് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുന്നേ നമുക്ക് വരുന്ന ഫോൾ സീലിംഗ് വർക്കിലെ ഒരു ഡിസൈനും കാര്യങ്ങളാണ്. സ്ട്രിപ്പ് ലൈറ്റാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു മനോഹരമായ ഒരു ബെഡ്റൂമാണ് നമുക്കിവിടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ആദ്യത്തെ ബെഡ്റൂം.
16x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു മാസ്റ്റർ ബെഡ്റൂമായിട്ട് കണക്കാക്കാൻ പറ്റിയ നല്ല വീതിയുള്ള ഒരു ബെഡ്റൂമാണ്. ഈ കാണാൻ നമുക്ക് പ്രീമിയം രീതിയിലുള്ള വാൾപേപ്പറും കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് കംപ്ലീറ്റ് ആക്കി നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്ത് എടുത്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ഒരു വാൾപേപ്പർ ഡിസൈനും കാര്യങ്ങളാണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ബെഡ് സ്പേസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഏരിയയിൽ കവറപ്പ് ആക്കി ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് നമുക്ക് വന്നേക്കുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് ആണ് യൂസ് ആക്കിയിട്ടുള്ളതും. നമുക്ക് ഓൾറെഡി ഇവിടെ ഇൻബിൽഡ് ആയിട്ട് വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള വാൾ റൂപ്സും കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെയാണ് നമുക്കിവിടെ വാൾ റൂപ്സ് വന്നേക്കുന്നത്. ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. ഈ ഒരു കോർണറിലാണ് നമുക്ക് ബാത്ത് അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂം നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ബാത്റൂമും കാര്യങ്ങളും തന്നെയാണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറൽ പ്രിന്റും കാര്യങ്ങളൊക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള ടൈൽസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തും അത് മാറ്റ് ഫിനിഷ് ആണ്. ഹീറ്റർ പ്രൊവിഷൻസ് ഉൾപ്പെടെ നമുക്ക് വരുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് നമുക്കിവിടെ ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ആക്കിയേക്കുന്നത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം, ഗ്രൗണ്ട് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോവാം. 5 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം ഉൾപ്പെടെ പണിതിട്ടുള്ള വീടിൻ്റെ ഗ്രൗണ്ട് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. നല്ല വിശാലമേറിയ ലൈറ്റിങ്ങും അതുപോലെ തന്നെ നല്ല സ്പേസും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. 14x12 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു റൂമാണ് നമുക്കിവിടെ വന്നേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളും ചെയ്തിട്ടുള്ള നല്ല മനോഹരമായ ഒരു വാൾ ആർട്ടും കാര്യങ്ങളും ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ ഇവിടെ വരുന്നുണ്ട്. വാൾ റൂപ്സ് ഉൾപ്പെടെയാണ് നമുക്ക് ഈ ഒരു ഭാഗം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. വിത്ത് ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ നമുക്ക് വന്നിട്ടുള്ള വാൾ റൂപ്സ് ആണ്. മുകളിലൂടെ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. കോർണറിലായിട്ട് തന്നെയാണ് നമുക്ക് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബാത്റൂം ഏരിയ വരുന്നത്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂം കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഫ്ലോറിംഗ് ആയിട്ട് തന്നെ നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും അതുപോലെ തന്നെ ഇവിടെ എല്ലാം ടൈൽസും കാര്യങ്ങളൊക്കെ സ്റ്റിക്ക് ഓൺ ചെയ്ത് നമുക്ക് കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുള്ള ഒരു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് നമ്മളിവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് നമുക്ക് പോവാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ നമുക്ക് തടിയിലാണ് ചെയ്തേക്കുന്നത്. വുഡൻ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഹാൻഡിൽസും കാര്യങ്ങളാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു പാറ്റേണുള്ള ഡിസൈനും കാര്യങ്ങളാണ് വന്നേക്കുന്നത്. സ്റ്റെയറിൻ്റെ സൈഡിലായിട്ട് തന്നെ നമുക്ക് പ്രൊഫൈൽ ലൈറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് നല്ല മനോഹരമാക്കി തീർത്തിട്ടുണ്ട്. ഈ കാണുന്ന നമുക്ക് ടെക്സ്ചർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു വോളാണ്. നല്ല മനോഹരമായ രീതിയിലുള്ള വർക്കും കാര്യങ്ങളും ഡിസൈനും കാര്യങ്ങളും കൊടുത്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തൊട്ട് മുകളിലായിട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അതും ഹാങ്ങിങ് ലൈറ്റ്സ് ഉൾപ്പെടെയാണ് നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ സ്റ്റെയർ കയറി മുകളിലോട്ട് വരുമ്പോഴത്തേക്കും ഇത്രയും വിശാലമേറിയ ഒരു ലിവിങ് ഏരിയ ഫസ്റ്റ് ഫ്ലോറിലും നമുക്ക് വരുന്നുണ്ട്. 20x16 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു ലിവിങ് ഏരിയയാണ് ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് വന്നിട്ടുള്ളത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ഖജീറയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് യൂസ് ആക്കിയിട്ടുള്ളത്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഒരു TV യൂണിറ്റ് ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. അത്യാവശ്യം വലിയൊരു TV ഒക്കെ ബൗണ്ട് ചെയ്യാൻ പറ്റുന്ന സ്പേസും കാര്യങ്ങളൊക്കെ വന്നിട്ടാണ് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. മുകളിലും താഴെയുമായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ ചെയ്ത് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ ഈ ഒരു ഡിസൈനിൽ വരുന്ന ഫോൾ സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്താണ് തീർത്തിട്ടുള്ളത്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. തൊട്ട് ഈ ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും ചെറിയൊരു ടേബിളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വയ്ക്കാനുള്ള ഒരു സ്പേസും കാര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ഓഫീസ് ഏരിയ ആയിട്ട് നമുക്ക് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റഡി ഏരിയ ആയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ടേബിളും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്ത് പ്ലേസ് ചെയ്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള സ്പേസും കാര്യങ്ങളും അതുപോലെ തന്നെ ഔട്ടും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്താണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഒരു മെയിൻ ഹാൾ, 3 ബെഡ്റൂം, 2 ബാൽക്കണി ആയിട്ടാണ് ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് നമുക്ക് പോവാം. ഈ കാണുന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂം. അത്യാവശ്യം നല്ല വിശാലമേറിയ സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് നല്ല മനോഹരമാക്കി തീർത്തിട്ടുള്ള ഒരു റൂം സൈസാണ് വന്നേക്കുന്നത്. 12x14 ഡയമെൻഷൻ വരുന്ന വിശാലമേറിയ ഒരു റൂം സൈസും കാര്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു റൂമാണ് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ ആദ്യത്തെ ബെഡ്റൂം. തൊട്ട് മുകളിൽ നമുക്ക് നോക്കുമ്പോഴത്തേക്കും ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാൾ റൂപ്സും കാര്യങ്ങളൊക്കെ ഓൾറെഡി നമുക്ക് ഇൻബിൽഡ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിലുള്ള വാൾ റൂപ്സും കാര്യങ്ങളൊക്കെ
ഈ ഒരു ഭാഗത്ത് കൊടുത്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ കാണുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് തന്നെയാണ് നമുക്ക് ഈ ഒരു ബെഡ്റൂം വരുന്നതും. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ബാത്റൂം വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ നമുക്ക് നല്ല മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും ഫ്ലോറൽ പ്രിന്റ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ എല്ലാം മാറ്റ് ഫിനിഷ് ആയിട്ട് വരുന്നത്. അത്യാവശ്യം സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. ഇനി നമുക്ക് നേരെ വീടിൻ്റെ രണ്ടാമത്തെ ബെഡ്റൂം, അതായത് നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണാൻ പോകുന്നത്. നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ബെഡ്റൂമാണ് തന്നെയാണ് നമുക്ക് വരുന്നത്. 12x14 ഡയമെൻഷൻ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. ഫ്ലോറിംഗ് എല്ലാം തന്നെ ക്വാളിറ്റി ടൈൽസ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ റൂം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ സ്ട്രിപ്പ് ലൈറ്റും ആണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. വാൾ റൂഫ്സ് ഉൾപ്പെടെ നമുക്ക് വരുന്ന നല്ല മനോഹരമായ ഒരു ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് നല്ല ഡ്രസ്സിംഗ് ടേബിളൊക്കെ ഉൾപ്പെടെ നമുക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം സൈസ് നമുക്കിവിടെ വരുന്നുണ്ട്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് എല്ലാം ഉൾപ്പെടുത്തി കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ബാത്റൂം തന്നെയാണ് നമുക്ക് വരുന്നത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല വിശാലമേറിയ റൂം സൈസാണ്. 16x14 ഡയമെൻഷൻ വരുന്ന നല്ല മനോഹരമായ ഒരു റൂം സൈസാണ് നമുക്കിവിടെ വരുന്നത്. താഴെ നമുക്ക് കൊടുത്തിട്ടുള്ളത് പോലത്തെ ഉള്ള ബെഡ്റൂം സൈസ് തന്നെ നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്ത് തന്നെയാണ് ഈ റൂം കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് എല്ലാം തന്നെ നമുക്ക് ബെഡ് സ്പേസ് ഉൾപ്പെടെ നമുക്ക് വരുന്ന ഏരിയയിൽ നമുക്ക് കവറപ്പാക്കി ചെയ്തിട്ടുള്ള ഫോൾ സീലിംഗ് വർക്കാണ്. സ്ട്രിപ്പ് ലൈറ്റും അതുപോലെ തന്നെ നമുക്ക് സ്പോട്ട് ലൈറ്റുമാണ് ഡെക്കറേഷനായിട്ട് ചെയ്തേക്കുന്നത്. ഒരു ഭാഗത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും വാൾ റൂഫ്സ് നമുക്ക് ഓൾറെഡി ഇൻബിൽഡ് ആണ്. വിത്ത് നമുക്ക് ഡ്രസ്സിംഗ് ടേബിൾ ഉൾപ്പെടെ നമുക്ക് വരുന്ന ഒരു വാൾ റൂഫ്സാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ വരുന്നത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. എല്ലാ റൂംസിലും നമുക്ക് സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് യൂസ് ആക്കി കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് എല്ലാം ചെയ്തേക്കുന്നത്. ഈ ഒരു റൂമിൽ നമുക്ക് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു കാര്യം, നമുക്കിവിടെ ഒരു ബാൽക്കണി നമുക്ക് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. പ്ലാവിൻ തടിയിൽ ചെയ്ത ഒരു ഡോറാണ് ബാൽക്കണിയുടെ ഡോർ നമുക്ക് വരുന്നത്. അത്യാവശ്യം നല്ല മനോഹരമായ രീതിയിലുള്ള ഒരു ബാൽക്കണി ഏരിയ നമുക്കിവിടെ വരുന്നുണ്ട്. ഈ കാണുന്നതാണ് ബാൽക്കണി ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലും അതുപോലെ തന്നെ ഗ്ലാസ്സുമാണ് നമുക്ക് ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് സ്ട്രിപ്പും കാര്യങ്ങളൊക്കെ വരുന്ന ഒരു കാര്യങ്ങൾ നമുക്കിവിടെ ചെയ്തിട്ടുണ്ട് രണ്ട് സൈഡിലും. ഇവിടെ ഒന്ന് ഇരുന്നാലോ അല്ലെങ്കിൽ നിന്ന് നിൽക്കുമ്പോൾ തന്നെ നമുക്ക് നല്ല അടിപൊളിയായിട്ടുള്ള എയറും കാര്യങ്ങളൊക്കെ ഈ ഒരു ഭാഗത്തുനിന്ന് പാസ് ചെയ്ത് നമുക്ക് കിട്ടുന്നുണ്ട്. മുകളിൽ നമുക്ക് ഫോൾ സീലിംഗ് വർക്കായിട്ട് നമുക്ക് ചെയ്തേക്കുന്നതിൽ ഇത് നമുക്ക് എക്സ്റ്റൻഷനായിട്ട് വരുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ അതിൽ നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഡെക്കറേഷനാക്കി കൊടുത്തുകൊണ്ട് കംപ്ലീറ്റ് ആയി തീർത്തിട്ടുള്ള ഒരു ഏരിയ ആണ്. നമുക്ക് നേരെ വീടിൻ്റെ മെയിൻ ബാൽക്കണിയിലോട്ട് പോവാം. ഈ കാണുന്നതാണ് വീടിൻ്റെ മെയിൻ ബാൽക്കണി എന്ന് പറയുമ്പോഴത്തേക്കും. മെയിൻ ബാൽക്കണി ആയാലും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാൽക്കണി എല്ലാം നമുക്ക് ചെയ്തേക്കുന്നത്. ഫ്ലോറിങ്ങിനായിട്ട് നമുക്ക് 2 സെപ്പറേഷനായിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതുവരെ നമുക്ക് അതിൻ്റെ എൻട്രൻസും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. ഇത് നമുക്ക് കാണുന്നത് നമുക്ക് സ്റ്റീലിലും അതുപോലെ തന്നെ ഗ്ലാസ് വർക്കും ചെയ്ത ഹാൻഡിൽസ് ആണ്. ഇത് കഴിഞ്ഞ് ചെറിയൊരു ഏരിയ നമുക്ക് ഈ ഒരു ഭാഗത്തുണ്ട്. നമുക്ക് മാറ്റ് ഫിനിഷ് വരുന്ന ടൈൽസും കാര്യങ്ങളൊക്കെ ഇട്ട് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ള ഒരു എക്സ്റ്റെൻഡഡ് ആയിട്ട് വരുന്ന നമുക്കൊരു ചെറിയൊരു ബാൽക്കണി ഏരിയ ആണ്. 12x6 ഡയമെൻഷൻ വരുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ബാൽക്കണി സ്പേസ് നമുക്കിവിടെയാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ചെറിയൊരു ഓപ്പണിംഗ് നമുക്ക് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല കാറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് പാസ് ചെയ്ത് കിട്ടാൻ തക്കായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിലുള്ള ഫോൾ സീലിംഗ് വർക്കാണ് നമുക്കിവിടെ ചെയ്തേക്കുന്നത്. സ്പോട്ട് ലൈറ്റാണ് ഫുൾ കംപ്ലീറ്റ് ആയിട്ട് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ 5 സെൻറ്റിൽ 2600 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂം ഉൾപ്പെടെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്ത നല്ല മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇത്ര നേരം നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ ചുറ്റളവിനകത്ത് പ്രാവച്ചമ്പലത്തിൽ നിന്ന് വെറും 5 കിലോമീറ്റർ മാത്രം മാറി മച്ചേൽ എന്നുള്ള സ്ഥലത്താണ് നമുക്ക് ഒരു വീട് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. അടിപൊളിയായിട്ടുള്ള ഒരു ഈ വീട് നമുക്ക് ആസ്കിംഗ് പ്രൈസ് നമുക്ക് വരുന്നത് വെറും 95 ലക്ഷമാണ്. 95 lakhs ആണ്. നമുക്ക് തികച്ചും നെഗോഷ്യബിൾ തന്നെയാണ്. എക്സ്റ്റീരിയർ ലുക്ക് വൈസ് ആയാലും ഇൻറ്റീരിയർ ലുക്ക് വൈസ് ആയാലും അടിപൊളിയായിട്ടുള്ള നമുക്ക് വർക്കും കാര്യങ്ങളൊക്കെ ഒരുപാട് നമുക്ക് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് നമുക്ക് ഒരു വീടെല്ലാം കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പറഞ്ഞ പ്രൈസ് 95 lakhs എന്നുള്ള പറഞ്ഞ പ്രൈസ് നമുക്ക് കറക്റ്റായിട്ട് നെഗോഷ്യബിൾ ആയിട്ടുള്ള ഒരു പ്രൈസ് റേഞ്ച് കൂടെയാണ്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചും കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ നെഗോഷ്യബിൾ കാര്യങ്ങൾ സംസാരിക്കാനായിട്ടോ ലൊക്കേഷൻ ഡീറ്റെയിൽസ് അറിയാനായിട്ടോ ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. നമ്മുടെ ഈ ഒരു വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതാണ്.